إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ മുഅ്മിനൂൻ 110ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസികളായ ആൾക്കാർ അവർ നരകത്തിൽ കടന്നതിന് ശേഷം അവരുമായി അല്ലാഹുവിന്റെ സംഭാഷണമാണ്. കാരണം അവർ ഐഹികമായ ഈ ലോകത്ത് വെച്ചുകൊണ്ട് സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരമുള്ള യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ടതിന്റെ പേരിൽ പലതരത്തിലുള്ള പരിഹാസങ്ങൾ കൊണ്ടവരെ മൂടുകയുണ്ടായി. അതിനെപ്പറ്റിയാണ് ഈ ആയത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നു. നോക്കൂ, നിങ്ങൾ അവരെ സിഹ്റിയൻ പരിഹാസ്യമാക്കി എന്ന് പറഞ്ഞാൽ പലതരം പരിഹാസവാക്യങ്ങൾ കൊണ്ടവരെ പൊതിഞ്ഞു. അങ്ങനെ ഒരു പരിഹാസ്യ പാത്രമാക്കി മാറ്റി. നിങ്ങൾ എന്താണ് ഇവർ ചെയ്യുന്നത്? നമുക്ക് പരിചയമില്ലാത്ത, നമ്മുടെ പൂർവീകരായ നമ്മുടെ വാപ്പമാർക്ക് പരിചയമില്ലാത്ത കാര്യമാണല്ലോ ഈ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികൾ ചെയ്യുന്നത്. നമ്മുടെ പാരമ്പര്യ മതത്തിൽ നിന്നും വ്യതിചലിച്ച പ്രവർത്തനങ്ങളാണല്ലോ ഇവർ ചെയ്യുന്നത് എന്ന രൂപത്തിൽ അങ്ങേയറ്റം പുച്ഛത്തോടുകൂടിയും പരിഹാസ്യത്തോടുകൂടിയുമാണ് ആ മുഅ്മിനീങ്ങളുമായി ഇടപാടുകൾ നടത്തിയിരുന്നത്. അതിനെപ്പറ്റിയാണല്ലോ പറയുന്നത്. അവരെ നിങ്ങൾ പരിഹാസ്യരാക്കി. ആ മുഅ്മിനീങ്ങളെ അത്തായതുവരെ എന്റെ ദിക്റിനെ, സ്മരണയെ നിങ്ങൾ മറപ്പിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ എന്റെ ദിക്റിനെ തൊട്ടുള്ള സ്മരണയിൽ നിന്നും നിങ്ങൾ മറഞ്ഞു പോകുന്നത് വരെ നിങ്ങൾ ആ പരിഹാസ്യം തുടർന്നുകൊണ്ടിരുന്നു. ആ പരിഹാസ്യം മൂലം എന്താണ് അവർക്ക് ലഭിച്ചത്? സത്യവിശ്വാസം ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞില്ല. യഥാർത്ഥ രൂപത്തിലുള്ള ഹക്ക്, അല്ലാഹുവിന്റെ കൽപ്പനകൾ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ പരിഹാസ്യം അതിനെ മൂടിക്കളയുകയാണ് ഉണ്ടായത്. വകുന്തും നിങ്ങളായി മിൻഹും അവരെ തൊട്ട് തദ്ഹഖൂൻ ചിരിക്കുന്നവരായി എന്ന് പറഞ്ഞാൽ പുച്ഛിച്ചും പരിഹസിച്ചും ചിരിക്കുന്നവരായിരുന്നല്ലോ നിങ്ങൾ ഐഹികമായ ദുനിയാവിലെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നരകത്തിൽ നിന്നും ഏതെങ്കിലും രൂപത്തിൽ പുറത്തു കടന്നുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആ അവിശ്വാസികളോട് ഉള്ള മറുപടി പറയുകയാണ്. ഇതിന് മുമ്പായത്തിൽ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല, നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വരേണ്ട, കാരണം നിങ്ങൾ ഒരുപാട് അവസരങ്ങൾ പാഴാക്കിയിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ നരകത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു കടക്കാൻ കഴിയില്ല. നിങ്ങൾ അവിടെ തന്നെ കിടന്ന് ആ നരകശിക്ഷ അനുഭവിച്ചുകൊള്ളൂ എന്നൊക്കെ അല്ലാഹു ഇതിനു മുമ്പുള്ള ആയത്തുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ഈ ആയത്തിൽ അല്ലാഹു പറയുകയാണ്, ഇങ്ങനെ മുഅ്മിനീങ്ങളെ പരിഹസിച്ചുകൊണ്ട് ജീവിച്ച നിങ്ങളുടെ ഈ തരത്തിലുള്ള അതിനുള്ള ഒരു കടുത്ത ശിക്ഷയാണ്. ഇത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.